കോമ്രേഡ് മീഡിയയുടെ ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടോയ്സ് എന്ന കവിതയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിൽ അച്ഛൻ മകനെ അടിച്ച് ഉറങ്ങിക്കിടന്ന മകൻ്റെ കണ്ണീര് ചുംബിച്ചു മായ്ക്കുമ്പോൾ അച്ഛനറിയാതെ കരഞ്ഞു പോകുന്നു. അമ്മയില്ലാത്ത കുഞ്ഞിനെ അടിച്ചല്ലോ. അച്ഛൻ കണ്ണീര് പൊഴിക്കുന്നതാണ്. എന്തുകൊണ്ട് എന്ന് തുടങ്ങുകയാണ് അടുത്ത വരി. ഫോർ മീൻസ് ബിക്കോസ്. ഫോർ അടുത്ത വരി തുടങ്ങുകയാണ്. For on a table drawn beside his head, അടുത്തേക്ക് വലിച്ചിട്ട്, beside means by the side of. On a table drawn beside, by the side of his head. ഒരു കൊച്ചു ടേബിൾ, ഒരു ടീപ്പോയി ആയിരിക്കണം. തൻ്റെ തലയ്ക്കടുത്തേക്കും ബെഡിൻ്റെ അടുത്തേക്ക് വലിച്ചു നീക്കിയിട്ട ഒരു ടീപ്പോയുടെ പുറത്ത്. For why I left my tears, I shed my tears, that is for, because. On a table drawn beside his head, he had put, within his reach, അവൻ വെച്ചിരുന്നു. he had put, അവനെ എത്താവുന്ന ദൂരത്തിൽ, കൈ എത്താവുന്ന ദൂരത്തിലാണ് അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ സമ്പാദ്യങ്ങൾ, അതേ ഉള്ളവന് ആശ്വാസം നൽകാൻ. he had put within his reach, എത്തുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. എ ബോക്സ് ഓഫ് കൗണ്ടേഴ്സ്, കൊച്ചു കൊച്ചു കട്ടകളൊക്കെ, കട്ട വെച്ച് നമ്മൾ കൊച്ചു നാളിൽ നഴ്സറി സ്കൂളിലൊക്കെ കട്ട വെച്ച് ഓരോന്നുണ്ടാക്കി വെക്കും. കൊച്ചു കൊച്ചു കട്ടകൾ, പ്ലാസ്റ്റിക്കോ വുഡോ അതെല്ലാം കൂടി ഒരു പെട്ടിയുണ്ട്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ടേഴ്സ് കൊച്ചു കട്ടകളാണ്. അത് ഒരു പെട്ടിയിലോ എ ബോക്സ് ഓഫ് കൗണ്ടേഴ്സ് ഒന്നായി. എ റെഡ് വെയിൻഡ് സ്റ്റോൺ, വെയിൻ എന്ന് വെച്ചാൽ ഞരമ്പാണ്. ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് ചുമന്ന വരയുള്ളൊരു കല്ല് അവന് കൗതുകമുള്ള കാര്യമാണ്. ഒരു വര, ചുമന്ന വര ഒരു കല്ലിൽ മുറ്റത്തൊക്കെ നടന്നപ്പോൾ കിട്ടിയതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടാറുള്ള അതൊക്കെ അവന് വലിയൊരു കളിപ്പാട്ടമായി അവൻ എടുത്തുകൊണ്ട് വന്നു. നോക്കുക, മെക്കാനിക്കലായിട്ടുള്ള ഇന്നത്തെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ സ്മാർട്ട് ഫോണും ഒക്കെ തന്നെയാണ്. പക്ഷേ അവന് മുറ്റം കളച്ചവൻ, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും മുറ്റത്തൊന്നും ഇറങ്ങാറില്ലല്ലോ. അവനൊരു വര, ചുമന്ന വര, റെഡ് വെയിൻഡ്, VEINED. അപ്പോൾ എ ബോക്സ് ഓഫ് കൗണ്ടേഴ്സ് ഹി ഹാഡ് പുട്ട് വിതിൻ ഹിസ് റീച്ച്, എത്തുന്ന ദൂരത്തിലാണ് വിതിൻ ഹിസ് റീച്ച്. എ ബോക്സ് ഓഫ് കൗണ്ടേഴ്സ് എ റെഡ് വെയിൻഡ് സ്റ്റോൺ, റെഡ് ലൈനുള്ള സ്റ്റോൺ. അതായത് നമ്മളത് പിക്ചർ മനസ്സിൽ കാണുക. അവനത് പറക്കൊണ്ടുവന്ന് വെച്ചിരുന്നേ. എ റെഡ് വെയിൻഡ് സ്റ്റോൺ, എ പീസ് ഓഫ് ഗ്ലാസ്, പൊട്ടിയ ഒരു ഗ്ലാസ് കഷണം. എ പീസ് ഓഫ് ഗ്ലാസ് എബ്രാഡഡ് ബൈ ബീച്ച്. ബൈ ബീച്ച് ഹിയർ മീൻസ് ബൈ ദി വേവ്സ് ഓഫ് ദി ബീച്ച്. അപ്പോൾ അച്ഛൻ അവനെ വല്ലപ്പോഴൊക്കെ ബീച്ചിൽ കൊണ്ടുപോകാറുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ദ ഫാദർ വുഡ് ടേക്ക് ഹിം ടു ബീച്ച് ഓഫൻ. വല്ലപ്പോഴൊക്കെ അവനെ ബീച്ചിൽ കൊണ്ടുപോകും. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, അച്ഛൻ കൊണ്ടുപോയി കാറ്റ് കൊള്ളിച്ചൊക്കെ കൊണ്ടുവരും. അന്നേരം അവൻ പെറുക്കിയെടുത്തതാണ് ബീച്ചിൽ നിന്ന്. ബീച്ചിലെ തിരമാലകളാൽ മൃദുവാക്കപ്പെട്ട, സോഫ്റ്റ് ആക്കിയ, ഹാർഡ് കോർണേഴ്സ് ഇല്ല. അത് വെള്ളം ഇങ്ങനെ കയറി തിരമാല അടിച്ചടിച്ച് അത് സോഫ്റ്റായി, അതങ്ങ് മൃദുലമായി, കല്ലുകളൊക്കെ ചിലത് ഉരുണ്ട് വരുന്ന പോലെ. അപ്പോൾ എ റെഡ് വെയിൻഡ് സ്റ്റോൺ, എ പീസ് ഓഫ് ഗ്ലാസ് എബ്രാഡഡ് ബൈ ബീച്ച്. 6 or 7 ഷെൽസ്, ബീച്ചിൽ നിന്ന് തന്നെ 5 or 6 കക്കയുണ്ട്. 6 or 7 ഷെൽസ്, 5 or 6 കക്കകൾ പറക്കി വെച്ചിട്ടുണ്ട്. 5 or 6 കക്കകളാണ്. ഇനി കൊച്ചുകൾക്കുള്ള ഒരു സ്വഭാവമാണ് പൂ പറിച്ച് കുപ്പിക്കകത്തിട്ട് വെച്ചേക്കും, വെള്ളം ഒഴിച്ചും വെള്ളം ഒഴിക്കാതെ. എ ബോട്ടിൽ വിത്ത് ബ്ലൂബെൽസ്. എ ബോട്ടിൽ വിത്ത് ബ്ലൂബെൽസ് എന്ന് പറയുമ്പോൾ ബ്ലൂ കളറ് ബെല്ലിൻ്റെ ഷേപ്പ്, നമ്മുടെ കോളാമ്പി പൂ പോലെ ബെല്ല്, മണിയുടെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും, മണി അടിക്കുന്ന പോലെ. മണിയുടെ ഷേപ്പിൽ
കളറ് ബ്ലൂ, അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? ബ്ലൂ ബെൽ ഫ്ലവേഴ്സ്. അപ്പോൾ എ ബോട്ടിൽ വിത്ത് ബ്ലൂ ബെൽസ്. 2 ഫ്രഞ്ച് കോപ്പർ കോയിൻസ്. 2 പഴയ എടുക്കാത്ത ഒബ്സോലേറ്റ്, പഴകിയ ഔട്ട് ഓഫ് ഡേറ്റ് ആയിപ്പോയ ചെമ്പ് നാണയങ്ങളുണ്ട്. ഈ മുറ്റം കളയ്ക്കുമ്പോഴൊക്കെ നമുക്കും കിട്ടാറുണ്ട് പണ്ടത്തെ കാശ് എന്നൊക്കെ പറഞ്ഞുള്ള. ഇപ്പോൾ എടുക്കത്തില്ല, അതുകൊണ്ട് ആൾക്കാർ അതൊക്കെ അവഗണിച്ച് കളഞ്ഞെടുക്കും. ഇവൻ അതും നിധി പോലെ കൊണ്ടുവന്നു. 2 ഫ്രഞ്ച് കോപ്പർ കോയിൻസ് അറേഞ്ച്ഡ് ദെയർ. റേഞ്ച്ഡ് ദെയർ മീൻസ് അറേഞ്ച്ഡ് ദെയർ, അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. വിത്ത് കെയർഫുൾ ആർട്ട്, വിത്ത് കെയർഫുൾ ആർട്ട്, ആർട്ടിസ്റ്റിക്കലായിട്ടാ, അടുക്കി കലാപരമായിട്ട്. റേഞ്ച്ഡ് ദെയർ വിത്ത് കെയർഫുൾ ആർട്ട്. ഫോർ വാട്ട്? ടു കംഫർട്ട് ഹിസ് സാഡ് ഹാർട്ട്. ടു കംഫർട്ട് ഹിസ് സാഡ് ഹാർട്ട്. ആ വരികൾക്ക് പ്രാസമത്തിലേക്ക് പറയാൻ ഞാൻ അതിൻ്റെ ആസ്പെക്റ്റിലേക്ക് പോയില്ല. ഈ ഫീലിംഗ് ഇമ്പാർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞ്. ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഈ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ ഇത്രയും കണ്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഹൗ മീനിങ്ലെസ് അവർ അക്യൂമുലേഷൻ ഓഫ് മെറ്റീരിയൽ ലൈക്ക് എസ്റ്റേറ്റ്സ്, big houses, bungalows, luxury cars and other vehicles is like toys of a child before the eyes of the Father of all, the Supreme Father, God. So, the meaninglessness of a human earnings, accumulation of wealth, that he remembers and praying. ഫാദർ പോയി മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ഇനി 3ാമത്തെ ഭാഗമായിട്ട് ഇത് വരുന്നത്. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ വി ആർ ആൾ ഇന്നസെൻ്റ് ആൻഡ് ഇഗ്നോറൻറ്റ് ചിൽഡ്രൻ. ഗോഡ് വിൽ ബി ദെയർ ഇസ് എ ഹോപ്പ് ആൾസോ. ലൈക്ക് ദ ഫാദർ, വാട്ട് ദി ഫാദർ ഫെൽറ്റ് ഫോർ ദി ചൈൽഡ്, വാട്ട് എവർ ഹീ കമ്മിറ്റഡ് വൈൽ ഹിസ് usefulness or life, at last our God, all forgiving God, will forgive us and pat us. That is the hope of the poet. Father, God is Father, Father, Son, Holy Spirit. Father who created us all, he will also feel like this. He will look the trifles, the toys we grown-up men had collected during our life. These, our possessions, worldly possessions, material possessions, are all like the toys of a little boy. That lesson we are getting. So the poem began from a very simple incident, a usual incident, father beating son. But it had some other significance. Motherless child, father alone is bringing him up, yet he had to beat him, and he slept without giving the father an opportunity to console him. So the father is burning with sorrow, his heart is aching. So he tried to, he really kissed away the son's tears. At that time, without his knowledge, he also began to cry and shed tears. Then the third part, we are coming. So, that night when I prayed, I wept and said. So, that night I prayed. That night when I prayed. What is the meaning? So, the father used it to pray every night. A father leading a God-fearing life.
He is a pious man. Pious, the word meaning you have to notice. ഭക്തിയുള്ള എന്നുള്ളതിന് പയസ് എന്നും, ഭക്തി എന്ന നൗൺ പയറ്റിയാണ്, PIETY ആണ്. നമ്മൾ ഡിവോഷണൽ സോങ്സിനൊക്കെ നമ്മൾ ടൈറ്റിൽ കൊടുക്കും ഭക്തിഗാനങ്ങളുടെ കാസറ്റുകളുടെ പുറത്തുമൊക്കെ. പക്ഷേ ആക്ച്വലി ഡിവോഷണൽ സോങ്സിനെക്കാട്ടി നല്ലതായിരുന്നു ഈ വാക്ക് പയസ്. പയറ്റിയാണ്, PIETY, അതാണ് ഭക്തി. PIOUS, പയസ് എന്ന അഡ്ജക്റ്റീവാണ് ഭക്തിയുള്ള ഗാനങ്ങൾ, പയസ്. ഫാദർ വാസ് എ പയസ് പേഴ്സൺ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ വാക്കിനും അർത്ഥങ്ങളുണ്ട്. സോ വെൻ ദാറ്റ് നൈറ്റ് ഐ പ്രേയ്ഡ് ഐ വെപ്റ്റ് ആൻഡ് സെഡ്, ഞാൻ വിമ്മി കരഞ്ഞു. ഹി നെൽറ്റ്, വെപ്റ്റ് ആൻഡ് ക്രൈഡ്. നെൽറ്റ് മീൻസ് നീൽ ചെയ്യുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ദൈവമേ, മുകളിലേക്ക് നോക്കുന്നു. ഹേ വെപ്റ്റ് മീൻസ് വിമ്മി കരഞ്ഞു. രണ്ട് കരച്ചിൽ ഈ കവിതയിൽ വന്നു. കുഞ്ഞ് ഏങ്ങലടിച്ചാണ് കരഞ്ഞത്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അങ്ങനെയാണ്, ഏങ്ങലടിച്ച്. ഹി വാസ് സോബിങ് ടു ഡെത്ത്. ഏങ്ങലടിച്ച് കുഞ്ഞ് കരഞ്ഞു. അച്ഛൻ വിമ്മി കരഞ്ഞു, അകത്തൊതുക്കുകയാണ്. പുരുഷന്മാരങ്ങനെയാണ്, പെട്ടെന്ന് ആന്ന് പറഞ്ഞ് കരയത്തില്ലല്ലോ, ഒതുക്കി വിമ്മി കരഞ്ഞുപോയി ദൈവത്തിന് മുമ്പിൽ. ഐ വെപ്റ്റ് ആൻഡ് സെഡ്, when at last we lie in tranced breath, is coming to the last moments of life. Tranced breath means unconscious breath, only breath is going on. That is the time of death is approaching. ആ സമയത്ത് എങ്ങനെയാണ്? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല ഒന്നും. അറിവാണല്ലോ ജീവിതം. അപ്പോൾ ജീവിതമില്ല, ജീവൻ മാത്രം അവശേഷിക്കുക, ആ ഒരവസ്ഥ വരും. നോർമൽ ഡെത്തിൻ്റെ കാര്യമാണ്, ആക്സിഡൻ്റ് ഒന്നും അല്ല. നോർമലായിട്ട് വയസ്സായി മരിക്കുന്ന അവസ്ഥയിൽ ശ്വാസം മാത്രം അവസാനിക്കുമ്പോൾ ബോധമില്ലാത്തൊരവസ്ഥയുണ്ട്. അതിനെയാണ് അൺകോൺഷ്യസ് ബ്രീത്ത്, ട്രാൻസ്ഡ് ബ്രീത്ത് എന്ന് പറയുന്നത്. വെൻ അറ്റ് ലാസ്റ്റ് വി ലൈ ഇൻ ട്രാൻസ്ഡ് ബ്രീത്ത്, നോട്ട് വെക്സിങ് ദീ ഇൻ ഡെത്ത്. ദീ മീൻസ് യു, നോട്ട് ഡിസ്റ്റർബിങ് യു ഇൻ ഡെത്ത്. അതിൻ്റെ ആ വരികൾക്കിടയിൽ കൂടിയുള്ള അർത്ഥം എന്താണ്? ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ദൈവത്തിനെ ശല്യപ്പെടുത്തിക്കൊണ്ടാണ് ജീവിച്ചത്. ഈ മരിക്കാൻ കിടക്കുമ്പോൾ മാത്രം അങ്ങേ ശല്യപ്പെടുത്താതെ. വെക്സിങ് മീൻസ് ഡിസ്റ്റർബിങ്, ഇറിറ്റേറ്റിംഗ്, ഈർഷ്യപ്പെടുത്തുക. മരണസമയത്തെങ്കിലും അങ്ങേ ശല്യപ്പെടുത്താതെ, അങ്ങനെ അനങ്ങാതെ, ബോധം ഉണ്ടെങ്കിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിനെ ഡിസൊബൈ ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസം ഉള്ളത്. 10 കൽപ്പനകൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 10 കമാൻഡ്മെൻറ്റ്സ് എന്നാണ്. കമാൻഡ്സ് അല്ല, കമാൻഡ്മെൻറ്റ്സ് ആണ്. മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകൾ യെരൂശലേം ഇതിലേക്ക് വെച്ച് പലസ്തീനിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന 10 കൽപ്പനകളാണ്. അപ്പോൾ 10 കൽപ്പനകളിൽ 2 or 3, ചിലരൊക്കെ 5 or 6 ഒക്കെ, നല്ലവർ പോലും 2 or 3 ഒക്കെ ലംഘിച്ചതിന് ശേഷമാണ് ഒരു ദിവസം ഉറങ്ങാൻ പോകുന്നത് സാധാരണക്കാരൻ. പിന്നെ നമ്മളെക്കാൾ കുറച്ചുകൂടെ വലിയ ആൾക്കാരൊക്കെ 10 or 8 or 7 ഒക്കെ ലംഘിക്കും, എന്നിട്ടായിരിക്കും എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നത്. സാധാരണക്കാരനും 2 or 3 ഒക്കെ ലംഘിച്ച് പോകും. നമ്മളൊരു വീട് കണ്ടു കഴിഞ്ഞാൽ അന്യൻ്റെ മുതലൊന്നും ആഗ്രഹിക്കുന്ന, ഇതുപോലൊരു വീട് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോകും. നല്ലൊരു കാർ എനിക്ക് ഇതുപോലൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോകും. അതൊക്കെ പാപം ചെയ്യലാണ്. അങ്ങനെയുള്ളത് നോക്കുമ്പോൾ നമ്മുടെ 2 or 3 ഒക്കെ ലംഘിച്ച് ഡിസൊബൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദി പോയം. When at last we lie in tranced breath, not vexing thee in death, thou realizest, thou understand. അങ്ങ് മനസ്സിലാക്കുന്നു. എന്താണ്? Thou realizest of what toys we made our joys. Of-ന്റെ അവിടുത്തെ അർത്ഥം from what kind of toys we derived happiness. ഏതെല്ലാം കളിപ്പാട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ വയസ്സായി മരിക്കാൻ കിടക്കുക. അപ്പോൾ ദൈവം വന്ന, അച്ഛനായ ദൈവം വന്ന് നോക്കുമ്പോൾ നമ്മൾ ശിശുക്കളാണ്. ഇവ എന്തെല്ലാം വാരിക്കൂട്ടി തലക്കി വെച്ചിരിക്കുന്നു, കുറേ പ്രമാണങ്ങൾ, കാറും ബംഗ്ലാവുകളും എല്ലാം. ഓഫ് മീൻസ് ഫ്രം വാട്ട് ടോയ്സ് വി മെയ്ഡ് അവർ ജോയ്സ്. ടോയ്സും ജോയ്സും എന്തെല്ലാം കളിപ്പാട്ടങ്ങളിൽ നിന്നാണ്. ഈ കളിപ്പാട്ടമെല്ലാം നമ്മൾ സമ്പാദ്യങ്ങളാണ്, വലിയ സമ്പാദ്യങ്ങൾ. ദൈവത്തിന് മുമ്പിൽ വില വല്ലതും ഉണ്ടോ ഇതിന്? നമ്മൾ നമ്മുടെ സന്തോഷം നേടിയെടുത്ത ഏതെല്ലാം ടോയ്സ് നിന്നാണ് അങ്ങ് കാണുമ്പോൾ, അങ്ങ് മനസ്സിലാക്കുമ്പോൾ
ഓഫ് വാട്ട് ടോയ്സ് വി മെയ്ഡ് അവർ ജോയ്സ്. ഹൗ പുവർലി അണ്ടർസ്റ്റുഡ്, എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കിയില്ല, പുവർലി അണ്ടർസ്റ്റുഡ്, മൈൻഡ് ചെയ്തില്ല. ഹൗ വി ഇഗ്നോർഡ്, ഹൗ പുവർലി അണ്ടർസ്റ്റുഡ് ദൈ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്. ഗുഡ്, ഗ്രേറ്റ് കമാൻഡ്സ് എന്നുള്ളത് കവി പറഞ്ഞിരിക്കുന്നത് ദൈ യുവർ. ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ് മീൻസ് ഗുഡ് ആൻഡ് ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ്സ്. ആ 10 കൽപ്പനകൾ എന്തെല്ലാം കളിപ്പാട്ടങ്ങളിൽ നിന്നുമാണ്, കളിപ്പാട്ടങ്ങൾ എന്നുള്ള ബംഗ്ലാവുകളും കാറുകളും സ്വത്തുക്കളും അതെല്ലാം ശേഖരിച്ച് വെച്ച് നമ്മൾ അതിൽ ആഹ്ലാദം കണ്ടെത്തിയത് എന്ന് അങ്ങ് ഓർമ്മിക്കുമ്പോൾ ഹൗ വീക്ക്ലി അണ്ടർസ്റ്റുഡ് ദ ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ്. അങ്ങയുടെ മഹാ ആജ്ഞകളെ അല്ലെങ്കിൽ 10 കമാൻഡ്മെൻറ്റ്സിനെ കവി പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് കമാൻഡഡ് ഗുഡ് മീൻസ് ഗ്രേറ്റ് ആൻഡ് ഗുഡ് കമാൻഡ്സ്. ഹൗ പുവർലി അണ്ടർസ്റ്റുഡ്, എന്ത് മോശമായിട്ട് അതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ, അതനുസരിച്ചിട്ടുള്ളൂ എന്നറിയുമ്പോൾ, എന്നങ്ങ് മനസ്സിലാക്കുമ്പോൾ, ദെൻ ഫാദർലി, പിതൃതുല്യമായി ഞാൻ അച്ഛനാണ്, എനിക്ക് പറ്റിയതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ക്ഷമിച്ചില്ലേ, അതുപോലെ അങ്ങയുടെ കുഞ്ഞുങ്ങളാണെന്നാൽ ഞങ്ങളല്ല. ഫാദർലി, നോട്ട് ലെസ് ദാൻ ഐ, എന്നെക്കാൾ ഒട്ടും കുറയാതെ, അപ്പോൾ എന്നെപ്പോലെ തന്നെ. നോട്ട് ലെസ് ദാൻ ഐ മീൻസ് ലൈക്ക് മീ, ലൈക്ക് നോട്ട് ലെസ് ദാൻ ഐ ഹും ദൗ ഹാസ്റ്റ് മൗഡഡ് ഫ്രം ദി ക്ലേ. ഈ എന്നെ, ഹും ആരെയാണോ അങ്ങ് തന്നെ ക്ലേ കളിമണ്ണിൽ നിന്നും മെനഞ്ഞെടുത്തത്, സൃഷ്ടിച്ചത്. ഹും ദൗ ഹാസ്റ്റ് മോൾഡഡ്, MOULDED, മോൾഡഡ് ഫ്രം ക്ലേ. അങ്ങനെ അങ്ങ് തന്നെ സൃഷ്ടിച്ച എന്നേക്കാൾ ഒട്ടും കുറയാതെ ഫാദർലി, പിതൃതുല്യമായിട്ട്. ദൗ വിൽ ലീവ്, യു വിൽ ഗിവ് അപ്പ്, അങ്ങ് ഉപേക്ഷിക്കും എന്നെനിക്കറിയാം. ദൗ വിൽ ലീവ് ദൈ റാത്ത്, റാത്ത് മീൻസ് കോപം, അങ്ങയുടെ കോപം പാടെ ഉപേക്ഷിക്കും. കോപം ഉപേക്ഷിച്ചിട്ട് ദൗ വിൽ ലീവ് ദൈ റാത്ത് ആൻഡ് സേ, എന്നിട്ട് പറയും ഐ വിൽ ബി സോറി ഫോർ ദെയർ ചൈൽഡിഷ്നെസ്, ഇവരുടെ ഈ ബാലിശമായ പ്രവർത്തികൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഐ വിൽ ബി സോറി ഫോർ ദെയർ ചൈൽഡിഷ്നെസ് എന്ന് പറയില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവിത അവസാനിക്കുകയാണ്. ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ കുഞ്ഞുങ്ങളും നമ്മളുണ്ടാക്കുന്ന വസ്തുവകൾ നിരർത്ഥകവും വിലയില്ലാത്തതുമാണ് എന്ന പാഠത്തോടു കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഇത്രയും നേരം ഇത് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.